ദ രാജാ സാബ്, അങ്ങനെ എല്ലാവരും കാത്തിരുന്ന പ്രഭാസിൻ്റെ രാജാ സാബിൻ്റെ ടീസർ ഇറങ്ങിയിരിക്കുകയാണ്. ടീസറിൽ പറയുന്ന വെച്ചാൽ ഒരു ഹൊറർ കോമഡി സിനിമയാണ്. ഈ സിനിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ സഞ്ജയത്തിനാണ് കാണിച്ചത്. സഞ്ജയത്തിൻ്റെ ഒരു പഴയ കാലം ആണ് അതിലൊരു ഫോട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പം പ്രഭാസിൻ്റെ ഇപ്പോഴത്തെ കാലഘട്ടവും കാലത്തെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതൊരു ഫാൻറ്റസി ഹൊറർ കോമഡി സിനിമയാണെന്ന് കണ്ടാൽ തന്നെ അറിയാം. പ്രഭാസിൻ്റെ ലുക്ക് എടുത്തു പറയേണ്ടതാണ്. നല്ല അടിപൊളി ലുക്കിലാണ് പ്രഭാസ് വന്നിട്ടുള്ളത്. ശരീരം കുറച്ച് മെലിച്ച് നല്ല ഹെയറൊക്കെ നീട്ടി നല്ല അടിപൊളി സ്റ്റൈലാണ്. പക്ഷേ സിനിമ എന്താ പറയുക, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എത്രമാത്രം വർക്കാവുമെന്ന് ഉള്ളത് കണ്ടറിയണം. കാരണം വലിയൊരു സംഭവമൊന്നും തോന്നുന്നില്ല സിനിമ എടുത്ത്. ഇതിൽ പ്രധാനമായിട്ടും പ്രഭാസ്, സഞ്ജയ് ദത്ത്, അതുപോലെ മാളവിക മേനോനൊക്കെയാണ് ഇതിൽ അഭിനയിക്കുന്നത്. പിന്നെ എടുത്തു പറയുന്നത് തമൻ എസിൻ്റെ മ്യൂസിക്കാണ്. തമൻ എപ്പോഴും നല്ല രീതിയിലാണ് മ്യൂസിക് ചെയ്യാറ്. അതുപോലെ തന്നെ ഈ സിനിമേൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് മാരുതി എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. അതുപോലെ തന്നെ തമനാണ് എടുത്തു പറയേണ്ടത്. TG വിശ്വപ്രസാദും വിവേകും കൂടിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും നമുക്ക് എന്താ പറയുക, തിയേറ്ററിൽ ഡിസംബർ 5-ാം തീയതിയാണ് സിനിമ റിലീസ്. ഡിസംബർ 5-ാം തീയതി റിലീസ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ഒരുപാട് ഹൊറർ കോമഡി സംഭവങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇതിൻ്റെ ടീസർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പ്രഭാസൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക, പേടിച്ച് വരണ്ട് കോമഡി ആക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ പ്രഭാസിൻ്റെ എനിക്ക് തോന്നുന്ന ഫസ്റ്റ് സിനിമയായിരുന്നു ഒരു ഹൊറർ കോമഡി സിനിമ ടൈപ്പിൽ വരുന്നത്. അപ്പം പ്രഭാസ് എങ്ങനെയാണ് കോമഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് പ്രഭാസിൻ്റെ കോമഡി ഇഷ്ടപ്പെടുക എന്നൊക്കെ ഉള്ളത് നമുക്ക് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പറയാം. ദ രാജാ സാബ്, പ്രഭാസിൻ്റെ രാജാ സാബ്. അപ്പം അതേപോലെ തന്നെ സഞ്ജയത്തിന് എടുത്ത് വേണ്ട ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. പിന്നെ പേടിപ്പിക്കേണ്ട എലമെൻസൊക്കെ കുറേ അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ എത്രമാത്രം തിയേറ്ററിൽ എഫക്റ്റീവായിട്ടാണ് അവർ ചെയ്തതെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരുപാട് പൈസ മുടക്കി ഇറക്കുന്ന സിനിമയാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്കി നമുക്ക് എന്താ പറയുക, സിനിമ കണ്ടതിന് ശേഷം പറയാം. ഡിസംബർ 5-ന് തിയേറ്റർ റിലീസാണ് പ്രഭാസിൻ്റെ രാജാ സാബ്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.